ഹായ് ഓൾ, KTU PCCST 205 ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ 4th മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രൂപ്പ് തിയറി. ഫസ്റ്റ് ഗ്രൂപ്പ് എന്താണെന്ന് നോക്കാം. ഇഫ് G is a non-empty set, star be a binary operation on G, then G star is called a group if the following properties are satisfied. G എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സെറ്റ് കൺസിഡർ ചെയ്തു. അതുപോലെ തന്നെ ഒരു ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓർഡേർഡ് പെയർ G സ്റ്റാർ ഈസ് കോൾഡ് എ ഗ്രൂപ്പ് ഇഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ് ആർ സാറ്റിസ്ഫൈഡ്. അപ്പോൾ താഴെ പറയുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ജീനെ നമുക്ക് എന്ത് പറയാം? ഗ്രൂപ്പ് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് എന്താണ് ആ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി. ഫോർ ഓൾ AB ബിലോങ്സ് ടു G, A സ്റ്റാർ B ബിലോങ്സ് ടു G. നമ്മൾ AB എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് ജിയിലെ കൺസിഡർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൈനറി ഓപ്പറേഷൻ അതിൽ അപ്ലൈ ചെയ്യുമ്പോഴും ആ എലമെൻറ്റ് എവിടെ എക്സിസ്റ്റ് ചെയ്യണം? ബിലോങ്സ് ടു G ആയിരിക്കണം. A സ്റ്റാർ B ബിലോങ്സ് ടു G ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് അസോസിയേറ്റിവിറ്റി. ഫോർ ഓൾ ABC ബിലോങ്സ് ടു G, A സ്റ്റാർ B സ്റ്റാർ C is equal to A സ്റ്റാർ B സ്റ്റാർ C. നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. For all A belongs to G, there exists E belongs to G such that A star E is equal to A equal to E star A. അതായത് ഒരു എലമെൻറ്റ് കൺസിഡർ ചെയ്തു. ആ എലമെൻറ്റിൽ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്, സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ആ എലമെൻറ്റ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ A സ്റ്റാർ E ചെയ്യുന്ന സമയത്ത് A തന്നെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ എന്ന് പറയുന്നതിനാണ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ E വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതും ആ സെറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഈസ് സാറ്റിസ്ഫൈഡ്. നെക്സ്റ്റ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻവേഴ്സ് എലമെൻറ്റ്. എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഇൻവേഴ്സും എവിടെ തന്നെ എക്സിസ്റ്റ് ചെയ്യണം? ആ ഗ്രൂപ്പിൽ തന്നെ എക്സിസ്റ്റ് ചെയ്യണം. അപ്പോൾ ആ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? A സ്റ്റാർ A ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. A സ്റ്റാർ A ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു E ഇസ് ഈക്വൽ ടു A ഇൻവേഴ്സ് സ്റ്റാർ A. നെക്സ്റ്റ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്തിട്ട് അത് ഗ്രൂപ്പാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ നമ്പർ അണ്ടർ എഡീഷൻ. അപ്പോൾ ഇവിടെ വരുന്ന സെറ്റ് എന്താ? നാച്ചുറൽ നമ്പർ ആണ്. യൂസ് ചെയ്യുന്ന ബൈനറി ഓപ്പറേഷൻ എന്താ? എഡീഷൻ ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ക്ലോഷർ പ്രോപ്പർട്ടിയാണ്. ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് ഞാൻ പറഞ്ഞേ. നമ്മൾ രണ്ട് എലമെൻ്റ് എടുക്കുക ആ സെറ്റിലുള്ള, അതായത് നാച്ചുറൽ നമ്പേഴ്സിൽ രണ്ട് എലമെൻ്റ് എടുക്കുക. അത് രണ്ടും തമ്മിൽ ആ ഒരു ബൈനറി ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടണം? ഒരു നാച്ചുറൽ നമ്പർ തന്നെ കിട്ടണം. അതായത് ഇപ്പോൾ AB എന്ന് പറയുന്നത് ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ A പ്ലസ് ബിയും എന്തായിരിക്കണം? ബിലോങ്സ് ടു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അങ്ങനെ ആയിരിക്കില്ലേ? ഏതൊരു രണ്ട് നാച്ചുറൽ നമ്പർ എടുത്തിട്ട് അതിനെ ആഡ് ചെയ്താലും കിട്ടുന്ന ഒരു നാച്ചുറൽ നമ്പർ തന്നെയല്ലേ? അപ്പോൾ എന്ത് പറയാം? ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് എഴുതാനുള്ള റീസൺ. നെക്സ്റ്റ് അസോസിയേറ്റിവിറ്റി. അതും പറയേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. ഏതൊരു രണ്ട് നാച്ചുറൽ നമ്പർ എടുത്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 + 2 + 3 സെയിം അല്ലേ 1 + 2 + 3? നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് ആദ്യം ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്താലും അല്ലാണ്ട് ആഡ് ചെയ്താലും സെയിം ആൻസർ തന്നെയല്ലേ കിട്ടുന്നത്? 1 + 2 3 ആണ്. 3 + 3 എന്ത് വരും? 6 എന്ന് വരും. ഇവിടെ എന്ത് വരും? 1 + 5 6 എന്ന് കിട്ടും. ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റിൻ്റെ ഡെഫിനീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. A സ്റ്റാർ E ഈസ് ഈക്വൽ ടു എന്ത് കിട്ടണം? A എന്ന് പറയുന്ന എലമെൻ്റ് തന്നെ കിട്ടണം. ഇവിടെ വരുന്ന സ്റ്റാർ ഓപ്പറേഷൻ എന്താ? പ്ലസ് ആണ്. അപ്പോൾ നമുക്ക് A പ്ലസ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇസ് ഈക്വൽ ടു A തന്നെ കിട്ടണം. അപ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താ? A മൈനസ് A ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 0 നമ്മുടെ നാച്ചുറൽ നമ്പറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്ത് പറയാം? നാച്ചുറൽ നമ്പർ അണ്ടർ അഡീഷൻ ഈസ് നോട്ട് എ ഗ്രൂപ്പ്. കാരണം എന്താ? എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെ നമുക്ക് ഇൻറ്റിജറിൻ്റെ കേസിലും പ്രൂവ് ചെയ്യാം. സെഡ് പ്ലസ് ആണ് ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇൻറ്റിജേഴ്സ് അണ്ടർ അഡീഷൻ. അതെന്തായാലും ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യില്ലേ? കാരണം എന്താ? രണ്ട് ഇൻറ്റിജേഴ്സ് എടുത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇൻറ്റിജേഴ്സ് തന്നെ ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യാൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഇപ്പോൾ നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത പോലെ തന്നെ A + E ഈസ് ഈക്വൽ ടു A തന്നെ കിട്ടണമായിരുന്നു. അപ്പോൾ E ഈസ് ഈക്വൽ ടു 0 ആണ് കിട്ടിയത്. അപ്പോൾ ഇൻറ്റിജേഴ്സ് അണ്ടർ അഡീഷനിലും ഐഡൻറ്റിറ്റി എലമെൻറ്റ് 0 തന്നെയാണ്.
ഈ 0 ഇൻഡിജേഴ്സിൽ എക്സിസ്റ്റ് ചെയ്യില്ലേ? എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സിസ്റ്റൻസ് ഓഫ് ഐഡൻറ്റിറ്റി എലമെൻ്റ് ഉണ്ടെന്ന് പറയാം. നെക്സ്റ്റ് ഇൻവേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇൻവേഴ്സിൻ്റെ ഡെഫിനേഷൻ എ സ്റ്റാർ എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടണം. അപ്പോൾ ഇവിടെ പ്ലസ് ആയതുകൊണ്ട് എ പ്ലസ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഐഡൻറ്റിറ്റി എലമെൻറ്റ് എന്താ? 0 ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 0 മൈനസ് എ, അതായത് മൈനസ് എ ആണ് ഇൻവേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ മൈനസ് എ എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ ആയിരിക്കും. കാരണം നമ്മൾ ഇൻറ്റിജേഴ്സിൻ്റെ നെഗറ്റീവാണ് എടുക്കുന്നത്, അതും ഒരു ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇൻറ്റിജേഴ്സ് അണ്ടർ അഡീഷൻ ഈസ് എ ഗ്രൂപ്പ് ഇറ്റ് സെൽഫ്.